സ്ഥലം വരുന്നത് മാഹിയാണ്. ഇന്ന് ആഷിഖ് സാർ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു സ്ക്രീനിലുണ്ട്. കേരളത്തിന്റെ പല സ്ഥലത്തുനിന്നും. ഐ തിങ്ക് കർണാടക പീപ്പിൾസും ഈ ഒരു സ്ക്രീനിൽ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സാറേ കറക്റ്റ് അല്ലേ? വോയിസ് ബ്രേക്ക് ആവുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, വോയിസ് കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വളരെ സന്തോഷം. ഇന്ന് നമ്മള് ഈ ഒരു മീറ്റിംഗിൽ എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെ? നല്ല ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ മീറ്റിംഗില്. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഡയാബ് കൺട്രോൾ പ്ലസ് ഒക്കെ ഉപയോഗിച്ച്, അതേപോലെ BP കെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് മറന്നു പോണ്ട. ചില എക്സ്പീരിയൻസിൽ ആ മാഡം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ആ മാഡം പറഞ്ഞത് പേര് മറന്നു എന്നൊക്കെ പറഞ്ഞ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ഓർമ്മിക്കുക, സ്വാതി സജീവ് എന്നാണ്. അപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാല് ഒരു 7-7.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡയറക്റ്റ് സെല്ലിങ്ങിൽ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം എന്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇഷ്ടപ്പെട്ടിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ തലമുറ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ഇപ്പൊ ചോദിക്കാണ്, എന്താ നിങ്ങൾ അടുത്ത ലക്ഷ്യം എന്താണ്? ജീവിതത്തിലെ അടുത്ത ലക്ഷ്യം എന്താണ്? ഈ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിൽ നിങ്ങൾ എന്ത് ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് ആൾക്കാരോട്, ഒരുപാട് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് അവര് പറയുന്ന കാര്യം ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, ഇങ്ങനെ പോകും. സത്യം പറഞ്ഞാല് ഞാൻ എന്റെ ആ ഒരു 18-ാമത്തെ വയസ്സിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡയറക്ട് സെല്ലിംഗിൽ വരുന്ന സമയത്ത് ഒന്നും അറിയാത്ത സമയം. കാരണം അന്ന് ഉണ്ടായ ഒരൊറ്റ സാധനമേ ഉള്ളൂ, ബേണിംഗ് ഡിസയർ. ഉള്ളിൽ നല്ല എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം, അച്ഛനും അമ്മയൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എങ്ങനെ സ്വന്തമായിട്ട് വരുമാനം ഏൺ ചെയ്യണം, എന്നിട്ട് ആ പൈസ അതൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങൾ. ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. ആ സമയത്ത് ഇങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടു. ആ സമയത്ത് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നത് ഒരു ശീലമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യവും, എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്സും നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. കാരണം ഈ ബിസിനസ്സിൽ വലിയ അച്ചീവ്മെന്റ്സ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാക്സിമം മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്സ് നന്നായിട്ട് കിട്ടുന്നത് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ, വിളിക്കുന്നതിന് മുമ്പ് നമ്മളവിടെ പ്രൊഡക്റ്റ്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വാം വെൽക്കം. അതേപോലെ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ ലാസ്റ്റ് സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഒന്നാരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. സൗണ്ട് എക്കോ അടിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പൊ അടിക്കുന്നുണ്ടോ ആഷിഖ് സാറേ? ഓക്കെ അല്ലേ? കുറച്ച് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. 2 ഡിവൈസിലായിട്ടാണ് കയറിയത്. സ്ക്രീൻ എന്താണെന്നറിയില്ല, ഷെയർ ആവുന്നില്ല. അങ്ങനെ അനീഷ് സാറിന്റെ ഹെൽപ്പ് ചോദിച്ചത്, ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം, എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ എവിടെ അവസാനിപ്പിച്ചെന്നുള്ള ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എവിടം വരെയാന്നുള്ളത്? നിങ്ങൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് സ്ഥലത്തുള്ള മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഈ സ്ക്രീനിൽ. അപ്പൊ എല്ലാ ആൾക്കാരും റെസ്പോണ്ട് ചെയ്യണം. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം എന്ത് ചെയ്യുക, ചോദിക്കാം കേട്ടോ. അനീഷ് സാർ സ്ക്രീൻ ഷെയർ ചെയ്യല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഈ ഒരു ട്രെയിനിങ്. നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡയാബ കെയർ പ്രൊഡക്റ്റ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചിട്ടത്. അപ്പൊ വെൽനസിന്റെ 4 കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? വെൽനസ് പ്രോഡക്റ്റ് നമ്മളെ MR കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഈ ഇത്രയും നല്ല വെൽനസ് പ്രോഡക്റ്റുകൾ 2 ദിവസവും 3 ദിവസവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കൊണ്ട് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഈ പറഞ്ഞ പോലെ നിരവധി ആളുകൾ ഉപയോഗിച്ച സമയത്ത് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുന്നത്. അതൊക്കെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി വരാൻ പോകുന്നത് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. വെൽനസ് ഇൻഡസ്ട്രിന്റെ പേര് ഒരുപാട് കോടാനുകോടി വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്, ഈ ഒരു വെൽനസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി.
ഇപ്പൊ വെൽനസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെൽനസിനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് വെൽനസിന്റെ 4 കാറ്റഗറി? ആരെങ്കിലോ എന്താണ് ഫസ്റ്റ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് വെൽനസിന്റെ ഡീടോക്സിഫിക്കേഷൻ. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ന്യൂട്രീഷൻ. അതേപോലെ അടുത്ത കാറ്റഗറിയാണ് പ്രിവെൻഷൻ അഥവാ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ മാനേജ്മെന്റിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു 10 പ്രൊഡക്ട്സ് ഉണ്ട്. എത്രയാണ്? 10 പ്രൊഡക്ട്സ്. അപ്പൊ ഈ 10 പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം? നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യണം? കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം, നോട്ട്സുകളൊക്കെ എഴുതി വെക്കുക. അപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? തൈറോയ്ഡ് പരമായിട്ടുള്ള പ്രശ്നം. ആക്ച്വലി തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗമാണോ? തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു രോഗമാണോ ശരിക്കും? എന്റെ സൗണ്ട് ക്ലിയറിലാണെന്ന് പറയുന്നുണ്ടല്ലോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ കറക്റ്റായിട്ട്? അനീഷ് സാറേ, വോയിസ് കട്ടായി പോന്നു. സാറേ കേൾക്കുന്നില്ലേ? ഓക്കെ. അനീഷ് സാറേ കേൾക്കുന്നുണ്ടോ വോയിസ്? ഓക്കെ. ബ്രേക്ക് ആകുമ്പോ ഇപ്പൊ കറക്റ്റ് ആണോ വോയിസ്? ഓഡിയബിൾ അല്ലേ? കറക്റ്റ് ആണല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാ? മൊബൈലിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കുക. റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കുക. ഇന്ന് തുടക്കം തന്നെ ടെക്നിക്കൽ ചെറിയൊരു വിഷയമായി പോയി. 2 ഡിവൈസിൽ കയറുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ടെക്നിക്കൽ ഇഷ്യൂവിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റൂല. ഏത് സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് എന്ത്? തൈറോയ്ഡ് ഇഷ്യൂ അല്ലെ. അപ്പൊ ഈ തൈറോയ്ഡ് ഇഷ്യൂ എന്ന് പറയുന്ന സമയത്ത് തൈറോയ്ഡ് ശരിക്കും പറഞ്ഞ ഒരു രോഗമാണോ? രോഗമല്ല എന്നാ പറയാ. കാരണം ജീവിത ശൈലിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് ആക്ച്വലി തൈറോയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഇന്ന് കാണുന്നത്. ഒരിക്കലല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഫേസ് ചെയ്യുന്നത്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ പോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? തൈറോയ്ഡ് പ്രോബ്ലംസ്. അപ്പൊ ഈ തൈറോയ്ഡിന് ആളുകൾ ചെയ്യുന്നത് അധികവും കാണിക്കുക അലോപ്പതി മെഡിസിൻസിനാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക. അപ്പൊ ഈ അലോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളോട് നിങ്ങൾ തന്നെ ചോദിച്ചാൽ മതി, അലോപ്പതി മെഡിസിൻസ് ശാശ്വതമാണോ യഥാർത്ഥത്തിൽ? അലോപ്പതി മെഡിസിൻസ് പറയുന്ന സമയത്ത് മരിക്കുന്നത് വരെ നിങ്ങൾ ഏത് ഡോക്ടറോടും നമ്മൾ ഡയറക്റ്റ് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും, ഈ ഗുളിക ഡോക്ടറെ എനിക്ക് എപ്പോഴാണ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുക, എപ്പോഴാണ് എന്റെ തൈറോയ്ഡ് ഒന്ന് നോർമൽ ആക്കി തരാൻ പറ്റുക എന്ന് ചോദിച്ചാല് ആ ഡോക്ടർക്കും അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഉണ്ടാവില്ല. കാരണം അവര് പറയൂ, നിങ്ങൾ ഇത്ര കോഴ്സിന്റെ ഇത് ഉപയോഗിക്കൂ, ഇത്ര മാസം നിങ്ങൾ ഉപയോഗിച്ച് അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരണം ടെസ്റ്റുമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ടെസ്റ്റുമായിട്ട് പോകും. അപ്പോഴാണ് പറയാ തൈറോയ്ഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് തൈറോയ്ഡ് തീരെ ഇല്ല എന്ന് പറയും. കാരണം തൈറോയ്ഡ് വളരെ കുറവാന്ന് പറയും. അപ്പൊ ആക്ച്വലി ഇത് എന്താണ്? തൈറോയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകൾക്കും എന്താണ് തൈറോയ്ഡ് എന്നുള്ളതിനെ പറ്റി അറിയില്ല. തൈറോയ്ഡ് ആണ്, പക്ഷെ എന്താ തൈറോയ്ഡ്? എങ്ങനെയാ ഈ തൈറോയ്ഡ് വരുന്നത്? തൈറോയ്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡ് എന്ന് പറയും. നമ്മൾ PSCക്കൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട്, ആഡംസ് ആപ്പിളിന്റെ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഒരു സംഭവമാണത്. ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണിത്, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്രന്ഥി ശരിക്കും പറഞ്ഞാല് ദൈവം എല്ലാവർക്കും അനുഗ്രഹിച്ച് തന്നൊരു അവയവം എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു ഗ്രന്ഥിയിൽ കൂടിയാണ് നമ്മളെ തലച്ചോറിലേക്ക് ഒരുപാട് കണക്ഷൻസുകൾ, അത് എസ്പെഷ്യലി നമുക്ക് ഉറക്കം തരാൻ സഹായിക്കുന്ന ഹോർമോണുകളും, നന്നായിട്ട് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉറക്കവും നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഞാൻ പറഞ്ഞ പോലെ അതൊരു ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയിൽ വരുന്ന മാറ്റം കൊണ്ട് വരുന്ന ഈ പ്രശ്നം എങ്ങനെയാണ് വരുന്നത്? ആ തൈറോയ്ഡില് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ ഇംബാലൻസ് ആണ് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്? ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് മാറുന്നു. അപ്പോ ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള ആ ഒരു ഹോർമോണിനെ കറക്റ്റ് ആക്കിയാൽ, ആ ഇംബാലൻസ് ആയ ഹോർമോണിനെ കറക്റ്റ് ആക്കിയാൽ, നോർമൽ ആക്കിയാൽ, നമ്മൾ ഈ ഗുളികയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മുക്തി കിട്ടും. പക്ഷെ ഇന്ന് ആക്ച്വലി ഗുളിക പല ആൾക്കാർക്ക് നിർത്താൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് ഈ ഗുളികകൾ മാക്സിമം നമുക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ റിസൾട്ട് 20 ദിവസത്തൊക്കെ റിസൾട്ട് ഉണ്ട്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഗുളിക കഴിക്കുന്ന ആള് വെറും 20 ദിവസം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, നമ്മളെ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് 20 ദിവസം കൊണ്ട് തന്നെ ചെക്ക് ചെയ്ത സമയത്ത് നോർമൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ ഞാനിനി അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഈ ഒരു തൈറോയ്ഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകളെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ തൈറോയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ സാറേ സ്ലൈഡ് ബാക്കോട്ട് ഞാൻ പറയൂ, അന്നേരം ഒന്ന് മാറ്റിയാൽ മതി സാർ. നെക്സ്റ്റ് സ്ലൈഡ് സാറേ. ഓക്കെ, അപ്പോ ഈ ഒരു തൈറോയിഡിനെ 2 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. തൈറോയ്ഡ് എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും പറയും എനിക്ക് തടിച്ച തൈറോയ്ഡാണ്, അല്ലെങ്കിൽ ചിലർ പറയും ഇത് മെലിയുന്ന തൈറോയ്ഡാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ കസ്റ്റമർ ഒരു തൈറോയിഡിന്റെ ഒരു ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരോട് നമ്മൾ ആദ്യം ചോദിക്കണം, നിങ്ങൾക്ക് തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളെടുക്ക അവർ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. ചില ആളുകൾ പറയും എനിക്ക് ഹൈപ്പോ ആണ്, ചില ആൾ പറയും എനിക്ക് ഹൈപ്പർ ആണ് എന്നുള്ളത്. അപ്പൊ എന്താ ഹൈപ്പറും ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയാം. ഈ തടിക്കുന്ന തൈറോയ്ഡ് എന്ന് പറയും. ഈ തൈറോയ്ഡ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ ബോഡിയിൽ സംഭവിക്കും. എന്തൊക്കെയാ നമ്മളെ ബോഡിയിൽ മാറ്റങ്ങൾ വരിക? ഒന്ന്, അമിതമായിട്ടുള്ള തടി കൂടും. 2, ഈ പറഞ്ഞ പോലെ രോമ വളർച്ച കൂടും. ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് എപ്പോഴും മാനസികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ഡിപ്രഷൻ പോലെ. കാരണം എങ്ങനെയാണ്? പെട്ടെന്ന് ദേഷ്യം വരിക, അതേപോലെ തന്നെ ഉറക്കക്കുറവ് വരിക, മുടി അമിതമായിട്ട് കൊഴിയുക, ഇങ്ങനെ മറവി, ഇങ്ങനെ പല രീതിയിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, പേര് പോലെ തന്നെ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബോഡി തടി വരുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. ഇനി ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി മെലിയ, ലീൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ബോഡി മെലിയുന്നതാണ് എന്ത്? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ കൃത്യമായിട്ട് അവരെ അനലൈസ് ചെയ്യൂല. എങ്ങനെ? വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കൂല. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു പൈസ വാങ്ങി വരിക. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഡയബ കെയർ, BP കെയർ, അതേപോലെ തന്നെ തൈറോ കെയർ, ഈ 3 പ്രൊഡക്റ്റും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവരെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പേയുള്ള അവരെ തൈറോയിഡിന്റെ റിസൾട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വാങ്ങിക്കണം. അവരോട് ആദ്യം പറയേണ്ട കാര്യം, നിങ്ങളെ ടെസ്റ്റ് റിപ്പോർട്ട് ആദ്യം ഒന്ന് അയച്ചു തരിക. അതിനുശേഷം നമ്മുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം അതൊരു തെളിവാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് എത്രത്തോളം ഇത് മാറ്റം ഉണ്ട് എന്നുള്ളത്. നേരെ മറിച്ച് നെഗറ്റീവായിട്ട് അവരെന്ത് പറയും? നിങ്ങളെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ട് വലിയ റിസൾട്ട് ഒന്നുമില്ല. കാരണം റിസൾട്ട് കിട്ടിയാലും ചില ആളുകൾ എന്ത് ചെയ്യും? അതിനെ നെഗറ്റീവായിട്ടാണ് പറയാ, നിങ്ങളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടൂല എന്നുള്ളത്, കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ടെസ്റ്റ് റിപ്പോർട്ടുകൾ ആദ്യം തന്നെ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ അറിയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ റിപ്പോർട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന പോലെ നമുക്ക് ഈ കാര്യത്തിനെ പറ്റി മനസ്സിലാക്കണം. ചില ആള് തൈറോയിഡിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ലീഡർക്ക് അയച്ചു കൊടുക്കും, സാറേ ഇത് തൈറോയ്ഡ് കൂടുതലാണോ അല്ലെ കുറവാണോ, ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ലീഡേഴ്സിനെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. കാരണം ഇത് നമ്മൾ പഠിക്കാൻ വലിയ ഡോക്ടറെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. സിമ്പിൾ ആയിട്ട് നേരത്തെ HbA1c പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കണക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ട്രിക്സ് നമ്മൾ യൂസ് ചെയ്യണം. ആ ട്രിക്സിലെ നമ്പർ 1 ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതൊന്ന് നമ്മൾ പഠിച്ചു വെക്കുക.
കാരണം ഹൈപ്പർ തൈറോയിഡിസം ആണോ ഹൈപ്പോ? ഞാൻ പറഞ്ഞല്ലോ, ഹൈപ്പോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ബോഡി അവരെ അനലൈസ് ചെയ്യുക. എങ്ങനെ ബോഡി നോക്കുക? തടിക്കുന്ന തൈറോയിഡ്സ് ആണ് ഹൈപ്പോ എന്ന് പറയുന്നത്, മെലിയുന്നതാണ് എന്ത്? ഹൈപ്പർ എന്ന് പറയാം. അപ്പൊ ഈ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസ് ഉണ്ട്, 2 ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ലാബിൽ വർക്ക് ചെയ്യുന്നവർ പറയും നിങ്ങൾക്ക് TSH ഇത്രയാണ്, നിങ്ങൾക്ക് T3 ഇത്രയാണ്, T4 ഇത്രയാണ്, ഇങ്ങനെയാണ് പറയാം. അപ്പൊ ഈ ഒരു തൈറോയിഡിന്റെ 2 ഹോർമോൺസ് ഉണ്ട്. അതിന്റെ പേരൊന്ന് നമ്മൾ ഓർമ്മിച്ചു വെക്കുക. നമ്മൾ ആധികാരികമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞറിവ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഇതിനെ കാണുക. അപ്പൊ ഇത് തൈറോയിഡിന്റെ ഹോർമോൺ എന്ന് പറയുമ്പോൾ ഒന്ന് T3 എന്ന് പറയും. നിങ്ങൾ ആ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ T3 എന്ന് കാണും താഴെയായിട്ട്. അപ്പൊ ഈ T3 എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ ഓഡോ തൈറോനൈൻ, ഇതാണ് ഹോർമോണിന്റെ പേര്. ഇനി T4 എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിൻ, ഇതാണ് 2 ഹോർമോൺസ്. അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് TSH എന്ന് പറയും. TSH എന്ന് പറയുമ്പോൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഇങ്ങനെ 3 ഹോർമോൺസ് ആണ് ആക്ച്വലി തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇംബാലൻസ് കൊണ്ടാണ് എന്ത് വരുന്നത്? ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു തൈറോയിഡിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നോർമൽ എത്രയാന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ T3 എന്ന് പറയുന്ന ഹോർമോണിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 80 to 180 ആണ് വരുന്നത് നോർമൽ. ഇനി T4 എന്ന് പറഞ്ഞാൽ 4.6 to 12, അതിന്റെ പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി TSH എന്ന് പറയുന്ന സമയത്ത് എത്രയായിരിക്കണം നോർമൽ വാല്യൂ എന്ന് പറയുന്നത്? 0.4ന്റെയും 4ന്റെ ഇടയിലായിരിക്കണം. അപ്പൊ ഈ പറഞ്ഞു നോർമൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ T3, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ആ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ T3 എന്ന് പറഞ്ഞാൽ 80ന്റെയും 180ന്റെയും ഇടയിലായിരിക്കണം. T4 എന്ന് പറയുന്നത് 4.6ന്റെതും 12ന്റെയും ഇടയിലായിരിക്കണം. TSH എന്ന് പറയുന്നത് 0.4ന്റെയും 4ന്റെയും ഇടയിലായിരിക്കണം. ഇതാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളെ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് നോർമലിലേക്കാണോ, ഹൈ ആണോ, ലോ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു അളവുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ലെവൽ. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. കാരണം T3 എന്ന് പറയുന്ന സമയത്ത് എത്രയായിരിക്കണം? നോർമൽ വാല്യൂ എന്ന് പറഞ്ഞത് 80 to 180 ആണ്, 80ന്റെയും 180ന്റെയും ഇടയിലായിരിക്കണം. പക്ഷെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളെ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? ഈ T3 എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് എത്രയായിരിക്കും? 80ൽ താഴെയായിരിക്കും, ലെസ് ദാൻ 80 എന്ന് പറയും. എത്രയാണ്? ലെസ് ദാൻ 80 എന്ന് വെച്ചാൽ 80ൽ താഴോട്ടായിരിക്കും. ഇനി T4 എന്തായിരിക്കും? ലെസ് ദാൻ 4.6. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4.6ന്റെയും 12ന്റെ 12ന്റെ ഇടയിലായിരിക്കണം. ഈ T4 എന്ന് പറയുന്നത് 4.6ലും താഴോട്ടായിരിക്കും. ഇനി TSH എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു 0.4ന്റെയും 4ന്റെയും ഇടക്കായിരിക്കണം. പക്ഷെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും TSH ഉണ്ടാവുക? 4ന്റെ മേലെ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. 4ന്റെ മേലെ, 4ന് മുകളിലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോയിഡിസം ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യാം. ഇനി ഹൈപ്പർ മെലിയുന്ന തൈറോയിഡ് ഉള്ള വ്യക്തികളെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഈ T3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? മോർ ദാൻ 180 ആണ്, 180ൽ കൂടുതലായിരിക്കും അവരെ T3 ഹോർമോണിന്റെ അളവ്. ഇനി T4 എത്രയായിരിക്കും? മോർ ദാൻ 12, 12ന്റെ മുകളിലായിരിക്കും. ഇനി TSH പറയുന്നത് ലെസ് ദാൻ 0.4, 0.4 താഴോട്ടായിരിക്കും. ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഈ T3 നോർമൽ വാല്യൂ നിങ്ങൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ ഗുളികകൾ കഴിക്കുന്ന ആളെ ശ്രദ്ധിച്ചാൽ മതി. 125ന്റെതും അതേപോലെ തന്നെ 25ന്റെതും 50ന്റെതും 75ന്റെതും 15ന്റെ ഒക്കെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ ഡോസിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഹോർമോണിന്റെ ഇംബാലൻസ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും? ഡോക്ടർ ചിലപ്പോൾ നമുക്ക് ഡോസ് എന്തായിരിക്കും? കൂടുതലായിട്ട് തരും. അപ്പൊ ഈ ഗുളിക കഴിച്ചാൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇനി ചില ആളുകൾ എന്ത് ചെയ്യും? അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾ ഈ സാധനം കഴിച്ചോ, ഗുളിക നിങ്ങൾ നിർത്തിക്കളാം. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുന്നത്? ഗുളിക നിങ്ങൾ നിർത്തിക്കോ, ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ മതി. പല ആൾക്കാർ ചെയ്തൊരു പ്രവണതയാണ്, ഒരു കാരണവശാലും ചെയ്യരുത്.
അവര് ഗുളിക കഴിക്കുന്നെന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറോട് ഞാൻ ഇത് റെഫർ ചെയ്തപ്പോ അവര് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തിയാൽ, സ്റ്റോപ്പ് ചെയ്താൽ മരണം വരെ സംഭവിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഈ വെള്ളം അടിക്കുന്ന ആള് പറയാം, മദ്യപിക്കുന്ന ആള് മദ്യപാനം നിർത്തിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ, അതേ അവസ്ഥയായിരിക്കും തൈറോയ്ഡ് പേഷ്യൻസ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുളിക നിർത്തിയാൽ. കാരണം മരണം വരെ സംഭവിക്കാന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഈ ഗുളിക നിർത്തിവെച്ച ആളുകളിൽ പെട്ടെന്ന് തൈറോയ്ഡ് കൂടേണ്ട അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവര് കഴിക്കുന്ന ഗുളികേന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ കമ്പനി MR കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ ഡിവൈൻ പ്രൊഡക്റ്റ് തൈറോ കെയറിനെ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. അനീഷ് സാറേ, സ്ലൈഡ് പ്ലീസ് വിത്ത് ചേഞ്ച്. ഒന്ന് ചേഞ്ച് ചെയ്യണേ. മുന്നോട്ട് സാറേ. മുന്നോട്ട് സാറേ. നെക്സ്റ്റ് സ്ലൈഡ്. അനിൽ സാറേ, സ്ലൈഡ് മാറുന്നില്ലേ? ഓക്കെ ഓക്കെ സാറേ, ഓക്കെ. അപ്പോ നമ്മളെ പ്രൊഡക്ട്സ് ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ തന്നെ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെ, മറ്റുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള തൈറോയിഡിന് ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇത്ര മാസം കൊണ്ട് മാറും ഫുൾ ആയിട്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മള് അനീഷ് സാറെ, ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ ഈ പ്രൊഡക്ട്സ്, ഈ ഒരു തൈറോ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ആയുർവേദത്തില് 200-ൽ പരം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? നെല്ലിക്ക എന്ന് പറയും അല്ലെ. ദിവസവും നമ്മൾ ഒരു നെല്ലിക്ക കഴിച്ചാല് അത്രയും ഹെൽത്തി ആണെന്ന് പറയും. ആയുർവേദത്തിൽ പറയുന്നതാണ്. ആയുർവേദ ഡോക്ടേഴ്സ് എപ്പോഴും പറയും നമ്മൾ വെറും വയറ്റില് ഒരു നെല്ലിക്ക, അത് എല്ലാ ആൾക്കാർക്കും പറ്റൂല. കാരണം അസിഡിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ നെല്ലിക്ക വെറും വയറ്റിൽ കഴിക്കാൻ പറ്റൂല. അപ്പൊ നെല്ലിക്ക എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഗൂസ്ബെറി, ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയും. ഈ നെല്ലിക്കയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ്. അതേപോലെ തന്നെ ജീരകം, ജീരകം 2 ടൈപ്പ് ഉണ്ട്, പെരും ജീരകം. അതേപോലെ തന്നെ ബ്രഹ്മി, ബ്രഹ്മി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബ്രഹ്മി എന്ന് പറയുന്ന സമയത്ത് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ചിട്ട് ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തൈറോയ്ഡ് ഉള്ള സ്ത്രീകളെ ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ അമ്മയായിട്ടും ഭാര്യമാരായിട്ടും സിസ്റ്റേഴ്സ് ആയിട്ടും ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് അടക്കം തൈറോയിഡിന്റെ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ തൈറോയ്ഡ് പേഷ്യൻസിന് മറവിയായിരിക്കും. കാരണം എങ്ങനെ മറവിയായിരിക്കും? ചിലപ്പോ സ്വിച്ച് ഇട്ടിനോ, ഡോറ് ക്ലോസ് ചെയ്തിനോ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. മറവി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൽ ബ്രഹ്മി പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കറ്റാർ വാഴ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാ പ്രൊഡക്ട്സിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? അലോവേര. അപ്പൊ ഈ അലോവേര ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. അതേപോലെ തന്നെ ഇഞ്ചി, ജിഞ്ചർ. ഇഞ്ചി അറിയാലോ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇഞ്ചി എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ ശരീരത്തിൽ പനി ആയിക്കോട്ടെ, ജലദോഷം ആയിക്കോട്ടെ, കഫക്കെട്ടായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ അമ്മമാര് തരുന്ന ഒരു സാധനമാണ് എന്ത്? ഇഞ്ചിന്റെ നീര്. വയറിന് നല്ലതായിട്ട്, ശോധന നന്നായിട്ട് നടക്കും, ഗ്യാസിന്റെ പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇഞ്ചി ഇതിലൊരു പ്രധാന കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിപ്പല്ലി. തിപ്പല്ലി കേട്ടിട്ടില്ലേ? തിപ്പല്ലി ആയുർവേദത്തിലെ ഒരു കിടിലം ഹെർബാണ് എന്ത്? തിപ്പല്ലി എന്ന് പറയും. ഈ തിപ്പല്ലി ഇതിലൊരു പ്രധാന കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ കുരുമുളക്, കുരുമുളകുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയുർവേദത്തില് തിപ്പല്ലി, ഇഞ്ചി, കുരുമുളക്, ഇത് മൂന്നിനും പറയുന്ന ഒരു പേരുണ്ട്. രസായനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. രസായനം എന്താണ്? നെല്ലിക്ക, താനിക്ക, കടുക്ക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 3 ഹെർബ്സ് ആയുർവേദത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. അറിയോ ആർക്കെങ്കിലും? ഈ തിപ്പല്ലി, ഇഞ്ചി, കുരുമുളകിനൊക്കെ പറയുന്ന പേര്, അതിന് പറയുന്ന പേരാണ് ത്രികടു എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ത്രികടു. ഈ ത്രികടു ആണ്
ഈ പറഞ്ഞ പോലെ തിപ്പല്ലി, ഇഞ്ചി, കുരുമുളക്. അതേപോലെ തന്നെ നോ ത്രിഫലയല്ല, ത്രിഫല എന്ന് പറയുന്നത് രസായനാണ്. അപ്പൊ ഇത് ത്രികടു എന്ന് പറയും. അപ്പൊ ഈ ത്രികടു ആണ് ഈ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? കുരുമുളക്, ഇഞ്ചി, തിപ്പല്ലി. പെട്ടെന്ന് ഒരാൾ ചോദിക്കും ഈ തൈറോ കെയറിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. യെസ്, ത്രികടു, ലോഹിതാക്ഷൻ സാർ, കറക്റ്റ്. അപ്പോ അടുത്തതാണ് ഇരട്ടി മധുരം. ഇരട്ടി മധുരം കേട്ടിട്ടില്ലേ? നമ്മുടെ സൗണ്ട് ക്ലിയർ ആവും അല്ലെ? ഗായകന്മാരൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഇരട്ടി മധുരം. അപ്പൊ ഇരട്ടി മധുരവും ഇതില് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഓർമ്മിച്ചു വെക്കുക. ഇതാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണം? പലയാളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെയാ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഇപ്പൊ തൈറോനോമൊക്കെ കഴിക്കുന്ന ആളുകൾ രാവിലെ വെറും വയറ്റിലാണ് അലോപ്പതി മെഡിസിൻസ് കഴിക്കുക. രാവിലെ എഴുന്നേറ്റ പാടന്നെ പല്ല് തേക്കുന്ന മുമ്പ് വെറും വയറ്റിൽ നമ്മൾ ഇത് കഴിക്കും. ഇത് കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കഴിച്ചാൽ മതി. നിങ്ങൾ ഇത് കഴിക്കുക, നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുക, പല്ല് തേക്കുക, നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഒക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾ പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഈ പറഞ്ഞ തൈറോ കെയർ എന്ത് ചെയ്യുക? കഴിക്കുക. രാവിലെയും രാത്രിയായിട്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ മാനേജ്മെന്റിലെ തൈറോ ഷീൽഡ് പ്ലസ് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. അപ്പോ ഇതിന്റെ എത്ര ക്യാപ്സൂൾ ആണ് വരിക നമ്മളെ ബോട്ടിൽ അറിയോ ആർക്കെങ്കിലും? 60 ക്യാപ്സൂൾസ് ആണ് വരിക. അപ്പോൾ ഒരു മാസം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങി കഴിക്കാം. ഇത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയടിക്ക് ഗുളിക നിർത്തരുത്. കാരണം 10, 15, 20 വർഷത്തോളായിട്ട് ഗുളിക കഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റ് വെച്ച് നോർമൽ ആയാൽ അപ്പാട് ഗുളിക സ്റ്റോപ്പ് ചെയ്യും. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന മരുന്നാണോ? പല ആളുകളും മരുന്ന് എന്നൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മരുന്ന് എന്നൊന്നും പറയരുത്. മരുന്ന് കൊടുക്കാൻ നമ്മൾ ആരും ഡോക്ടേഴ്സ് അല്ല. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ആയുർവേദിക് പ്രൊപ്രൈറ്ററി ആണ് അല്ലെ? ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അപ്പോ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അവരോട് കഴിക്കാൻ പറയുക. എന്നിട്ട് ഡോക്ടേഴ്സ് തന്നെ അവരോട് പറയും നിങ്ങൾ ഗുളിക കുറച്ചോളൂ. കാരണം 100ന്റെ ഗുളിക കുടിക്കുന്ന ആള് ഒറ്റയടിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് എന്ത് ചെയ്യുക? അവർ ഓട്ടോമാറ്റിക്കലി 50ലേക്കും ഈ പറഞ്ഞ 25ലേക്കും 15ലൊക്കെ ആക്കി എന്ത് ചെയ്യും? ഗുളിക മാക്സിമം ഡോക്ടർ തന്നെ പറയും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ഒരു 3 മുതൽ 6 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ആളുകളും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഒരു മാസം കഴിച്ചിട്ട് പിന്നെ കഴിക്കാണ്ട് നിൽക്കരുത്. ഒരു 3 മുതൽ 6 മാസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ അനീഷ് സാറേ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടണ്ടേ? അടുത്ത പ്രൊഡക്റ്റ് ആണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സ്ലൈഡ്. ഓക്കെ. അപ്പോ അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്? ഓർത്തോ ജോയിന്റ് ഷീൽഡ് അല്ലേ? ഇനി അടുത്ത നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? ഓർത്തോ ജോയിന്റ് ഷീൽഡ്. അപ്പൊ ഈ ഓർത്തോ ജോയിന്റ് ആ പേര് നിങ്ങൾ കണ്ടല്ലോ. ഓർത്തോ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗമാണ് അറിയോ? നമുക്ക് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അല്ലെ അലോപ്പതിയില്. ഓർത്തോ വിഭാഗം ഉണ്ട്, ഡെർമറ്റോളജി ഉണ്ട്, അതേപോലെ തന്നെ ഓങ്കോളജി ഉണ്ട്, യെസ് ബോൺ അല്ലെ? അപ്പൊ എല്ല് സംബന്ധമായിട്ടുള്ള ഇപ്പൊ ഓർത്തോ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. യെസ്, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെ. യെസ് ഷിനോ സർ, നിഷ മാഡം, എല്ല്. ഓക്കെ താങ്ക് യു. അപ്പൊ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരിക? പ്രധാനമായിട്ടും ലാസ്റ്റ് പറഞ്ഞുതരാം ആബിദ മാഡം. ഓക്കെ. അപ്പോ ഓർത്തോ ജോയിന്റ് ഷീൽഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ആർക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുക? ഈ എല്ല് സംബന്ധമായി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരിക? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായമാവുന്ന സമയത്ത് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണെന്ത്? കുറച്ചൊരു 10, 60, 70 വയസ്സാവുന്ന സമയത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഓർത്തോന്റെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിരുന്നത്. കാരണം മുട്ട് സംബന്ധമായിട്ടുള്ള വേദനകൾ, അതേപോലെ തന്നെ എല്ല് തേയ്മാനം എന്നൊക്കെ പറയും.
അതേപോലെ ജോയിന്റ് വേദനകൾ, ഇങ്ങനെയുള്ള നമ്മളെ എല്ല് സംബന്ധമായിട്ടുള്ള മാത്രമല്ല ജോയിന്റ് സംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ വരുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഓർത്തോ ജോയിന്റ് ഷീൽഡ് ക്യാപ്സ്യൂൾ. അപ്പോ നമ്മൾ എന്താ ചെയ്യാ, നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സാറേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കും. അപ്പൊ ഡോക്ടർ വേണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ ഈ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് എന്താ ചെയ്യാ, ഡോക്ടർ നമുക്ക് ഒരു ആന്റിബയോട്ടിക് തരും. അപ്പൊ എന്നിട്ടല്ലേ കാൽസ്യം ടാബ്ലറ്റ്സ് തരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല ആളുകളെയും വീട്ടില് ഈ പറഞ്ഞ പോലെ മരുന്ന് ചെല്ലെന്ന് പറയും അല്ലെ, വെറ്റില ചെല്ലെന്ന് പറഞ്ഞ പോലെ മരുന്ന് ചെല്ലത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗുളികകൾ ഉണ്ടാവും. ഈ ഗുളികകളുടെ പേര് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ഇപ്പോഴും പല ആളുകളെ വീട്ടിലുണ്ടാവും കാൽസ്യം ടാബ്ലറ്റ് 500 mg എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ ഡോക്ടേഴ്സ് തരും. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള പ്രൊഡക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഈ പ്രൊഡക്റ്റും അവരോട് പറയേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോയിന്റ് സംബന്ധമായിട്ടുള്ള ഓർത്തോ സംബന്ധിച്ചിട്ടുള്ള എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എങ്ങനെയൊക്കെ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം? ഒന്ന്, കാൽസ്യത്തിന്റെ പ്രശ്നം മൂലം നമുക്ക് എന്ത് വരാം, വേദനകൾ വരാം. അതേപോലെ നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, കൈകാലില്, നമ്മളെ മുട്ടില്, അതേപോലെ തന്നെ നമ്മളെ കഴുത്തിന്റെ ഭാഗം, ഇവിടെ ഒക്കെ നീരൊക്കെ വന്ന സമയം ഉണ്ടാവും. അപ്പൊ ഇവിടെയാണ് ഡോക്ടേഴ്സ് പറയാ, ഇപ്പൊ മംഗലാപുരം ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് ഡോക്ടേഴ്സ് പറയും നിങ്ങളൊരു ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറയും അല്ലെ. ആ ഇഞ്ചക്ഷൻ ചിലപ്പോ 6000, 7000, 20,000 രൂപയൊക്കെ വരിക. ആ ഇഞ്ചക്ഷൻ അടിക്കാൻ പറയും നമ്മളോട്. അപ്പൊ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ആ സമയത്ത് നല്ല സുഖം ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും, അടുത്ത വേദന എന്ത് ചെയ്യും, മാടി വിളിക്കും അല്ലെ, പെട്ടെന്നായിരിക്കും അടുത്ത വേദനകൾ വരിക. ഈ പ്രശ്നങ്ങളുള്ള ആളെ നിങ്ങൾ നോക്കിയാൽ മതി, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള്, ഇനി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകള്, ഒന്ന് കാലൊന്നും എടുത്ത് അപ്പുറം വെക്കാനുള്ള പ്രശ്നങ്ങള്, അതേപോലെ ഒന്ന് കുനിഞ്ഞാല് ഒന്ന് എഴുന്നേക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പ്രശ്നം, ഇന്നത്തെ കാലഘട്ടത്തില് ചെറിയ 30 വയസ്സുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കടക്കം ഇത്തരത്തിലുള്ള ജോയിന്റ് വേദനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ഈ പറഞ്ഞ പോലെ നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിന് എന്ത് കിട്ടൂല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കിട്ടണമെന്നില്ല. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ നമ്മളെ കമ്പനി MR മാർക്കറ്റിംഗ് മാർക്കറ്റ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ത്, ഓർത്തോ ജോയിന്റ് ഷീൽഡ് എന്ന് പറയുന്നത്. ഈ പ്രധാനമായിട്ട് നമുക്ക് വേദനകൾ വരുന്നത് അനീഷ് സാറേ കൊടുത്തോ. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഈ വേദനകൾ എങ്ങനെയൊക്കെ വരിക, ഒന്ന് ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്ന ആൾക്കാർ പറയും അല്ലെ, മുറിവൊക്കെ പറ്റി വീട്ടിൽ ഇഞ്ചുറി ആയിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ആ ഒരു വീഴ്ചയില് അവർക്ക് വേദന വരും എപ്പോഴാ, കുറച്ചൊരു വർഷങ്ങൾ കഴിയുമ്പോൾ വേദനകൾ വരും. അതേപോലെ എക്സസ് സ്ട്രെയിൻ, നമ്മൾ അമിതമായിട്ടുള്ള ഭാരങ്ങളൊക്കെ പൊക്കുക, പിന്നെ പ്രായത്തിന്റെ പ്രശ്നങ്ങള്, നെക്സ്റ്റ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ, നീരുകൾ വരിക. അതേപോലെ ചില ആളുകൾക്ക് പനി വരുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനകളായിരിക്കും. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാ, വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, വാങ്ങി വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ ഈ ഒരു ഓർത്തോ കെയർ പ്രൊഡക്റ്റുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഓക്കെ. അപ്പൊ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ചില ആളുകൾ ഈ ആന്റിബയോട്ടിക്സ് വേദനയുടെ മരുന്ന് കഴിക്കുന്ന സമയത്ത് പറയും വയറ്റിൽ ഭയങ്കരമായിട്ട് പുകച്ചലാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഇടക്കിടക്ക് ഇങ്ങനെ ഛർദി വരിക, അതേപോലെ തന്നെ വയറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ പുകച്ചലിൻ്റെത്, കാളലിന്റെ പ്രശ്നങ്ങൾ, അൾസറായിട്ട് മാറുക എന്നൊക്കെ പറയും. നെക്സ്റ്റ് സ്ലൈഡ്. ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടക്കം എന്ത് ചെയ്യുക, വീട്ടിൽ വാങ്ങി വെക്കുക ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഈ പ്രൊഡക്ട്സിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമ്മൾ പല ആൾക്കാരും കേൾക്കാത്ത പേരുകളൊക്കെ ഉണ്ട്. കാരണം കരിനൊച്ചി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കരിനൊച്ചി നമ്മളെ വേദന സംബന്ധമായിട്ട് ഈ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടുകൾ നന്നായിട്ട് കുറക്കും. അതേപോലെ തന്നെ മഞ്ഞൾ അറിയാലോ, ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയും. അപ്പൊ ഈ മഞ്ഞളാണ് ഇതിലൊരു പ്രധാന കണ്ടന്റ്. അതേപോലെ തന്നെ ശുദ്ധ ഗുഗ്ഗുലു എന്ന് കേട്ടിട്ടോ, ശുദ്ധ ഗുഗ്ഗുലു നമ്മളെ സാമ്പ്രാണി എന്ന് പറയില്ലേ, ഈ മരത്തിന്റെ മുകളിൽ നിന്ന് എടുക്കുന്നത്, അതിന്റെ പേര് കിട്ടുന്നില്ല, ആർക്കെങ്കിലും അറിയോ? ഈ പറഞ്ഞ ശുദ്ധ ഗുഗ്ഗുലു എന്ന് പറയുന്ന സമയത്ത് ഈ കൊതുകിനൊക്കെ നമ്മളിങ്ങനെ അടിക്കുമല്ലോ, കൊതുകിന് വീട്ടില് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് പുകയ്ക്കാൻ വേണ്ടി, കുന്തിരിക്കം കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കുന്തിരിക്കം ഇതിലൊരു പ്രധാന കണ്ടന്റ് ആണ്.
അതേപോലെ തന്നെ കടുക്ക. കടുക്ക എല്ലാവരും കേട്ടിട്ടുണ്ടോ? യെസ്, കുന്തിരിക്കുന്നത്. ഇപ്പൊ കടുക്ക കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കടുക്ക ഇതിൽ പ്രധാന കണ്ടന്റ് ആണ്. അതേപോലെ എഗെയിൻ നമ്മളെ ഇന്ത്യൻ ഗൂസ്ബെറി, നെല്ലിക്ക, അതേപോലെ തന്നെയാണ് ഉലുവ. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്. അപ്പൊ ഇതിൽ 2-3 പേരൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ്? മഞ്ഞൾ വേരും, അതേപോലെ തന്നെ കുന്തിരിക്കം, ശുദ്ധ ഗുഗുലു, അതേപോലെ തന്നെ നെല്ലിക്ക, അതേപോലെ ഉലുവ, കടുക്ക, അതേപോലെ കരിന്നൊച്ചി. കരിന്നൊച്ചിയാണ് ഇതിലെ പ്രധാന, നമ്മൾ കേൾക്കാത്ത ഒരു സുപരിചിതമല്ലാത്ത ഒരു പേര്. ഓക്കെ, അപ്പോ ഇതും എന്താ ചെയ്യാ, നമ്മൾ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരമായിട്ട് കഴിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒരു 3 മുതൽ 6 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം പറയാം. ഓക്കെ, ഇനി ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ പോലെ രാവിലെ രാത്രി ഭക്ഷണത്തിന് ശേഷം 1 വീതം 2 നേരമായിട്ട് നമ്മൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് വരുത്തില്ല. കാരണം ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേദനക്ക് നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കുന്നതിന് പകരം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളൊക്കെ നമ്മളെ കുടുംബക്കാർക്കും അതേപോലെ നമ്മളെ സുഹൃത്തുക്കൾക്കും കസ്റ്റമേഴ്സിനും ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ 60 ക്യാപ്സൂൾസ് ആണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ആ പ്രൊഡക്റ്റ് ആണ് എന്താണ്, നമ്മളെ പേര് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളെ പ്രൊഡക്റ്റിന്റെ പേര് ജസ്റ്റ് നിങ്ങൾ ആ സ്ക്രീനിൽ ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ അടുത്തൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് എന്ത്, മണി കാൽസ്യം ടാബ്ലറ്റ്സ് അല്ലെ. നമ്മളെ കമ്പനീന്റെ ഫസ്റ്റ് പേരെഴുതിനോട് ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കണം. കോമ്പിനേഷൻ ആയിട്ട് എങ്ങനെ കൊടുക്കണം അത് ഞാൻ പോകെ പോകെ പറയുന്നതായിരിക്കും. അപ്പൊ ഈ മണി കാൽസ്യം എന്ന് പറയുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാൽസ്യം ടാബ്ലറ്റുകളായിട്ട് പല കമ്പനീന്റെ പല ബ്രാൻഡ്സിന്റെ പ്രൊഡക്റ്റുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് അതുമായിട്ടുള്ള വ്യത്യാസം കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകളോട് ഡോക്ടർ കൃത്യമായിട്ട് പറയൊന്നുമില്ല, നിങ്ങൾക്ക് വേദന ഉണ്ടോ, വേദന ഉണ്ടെങ്കിൽ കാൽസ്യം ടാബ്ലറ്റ് ഇത്ര mg തരും എന്ന് പറയും. അപ്പൊ ഇത് നമ്മളിങ്ങനെ അമിതമായിട്ട് കഴിക്കും. എല്ലാ ദിവസവും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഈ കാൽസ്യം ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അധികം എന്തായിരിക്കും അവർക്ക് പ്രശ്നം വരിക, കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ട് പറയും അല്ലെ, കാൽക്കുലി എന്ന് പറയും. അപ്പൊ കിഡ്നിയിലെ സ്റ്റോൺ വരാൻ തുടങ്ങും കാൽസ്യം ഇങ്ങനെ അമിതമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു കാൽസ്യം ടാബ്ലറ്റ് മനി കാൽസ്യം എന്ന് പറയുന്ന സമയത്ത് എന്താ കാൽസ്യം? കാൽസ്യം എന്ന് പറയുന്നത് ഒരു മിനറൽ ആണ് അല്ലെ. നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ പ്രോട്ടീൻ പോലെ തന്നെ, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ബ്ലോക്ക് എന്നല്ല പറയാ, ഒരു കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറൽ ആണ് എന്ത്, കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസ്യത്തിന്റെ അഭാവം കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. ഈ പറഞ്ഞ പോലെ എല്ല് സംബന്ധമായിട്ട് കാൽസ്യം ഡെഫിഷ്യൻസി ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്, കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് കുട്ടികൾ മുതൽ സ്ത്രീകൾക്കടക്കം കാൽസ്യം ഡെഫിഷ്യൻസി, കാൽസ്യത്തിന്റെ അഭാവം ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വീട്ടില് മക്കൾക്കടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇപ്പൊ കാൽസ്യം കുറഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ആളുകളെ നഖം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെ. നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് പോകുന്ന സമയത്ത് ചില ആളുകളെ നഖമൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ഒബ്സർവേഷൻ വേണം അല്ലെ, നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. എങ്ങനെ ഒബ്സർവ് ചെയ്യണം? ചില ആളുകൾ നഖത്തിന്റെ മുകളിൽ ഉണ്ടാവും എന്ത്, ഒരു വൈറ്റ് കളറിൽ ഒരു വര പോലെ ഉണ്ടാവും അല്ലെ, ഒരു കല പോലെ. അപ്പോ ഇത് എന്തിന്റെ അഭാവമായിട്ടാ വരുന്നത്, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് ഈ നഖങ്ങളിൽ വെള്ളപ്പാടുകൾ പോലെ നമുക്ക് വരിക. ഇനി ചില ആളെ നഖങ്ങൾ കാണാം ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറയും. എന്താണ് ബ്രിറ്റിൽ നെയിൽസ്? ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറഞ്ഞാല് നഖം നമുക്ക് പൊട്ടിപ്പോവുക. ഇതൊക്കെ കാൽസ്യത്തിന്റെ പ്രശ്നം കൊണ്ട് വരിക. അതേപോലെ തന്നെ എല്ലുകൾക്ക് വേദനകൾ വരിക, എല്ല് പൊട്ടിപ്പോകുന്ന പൊടിഞ്ഞു പോകുന്ന പോലത്തെ പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചൽ, അതേപോലെ തന്നെ കൈ കാലുകളിൽ ഉണ്ടാവുന്ന വേദനകൾ, ചില ആളുകൾക്ക് വിരലൊന്നും കൃത്യമായിട്ട് മടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കാണാം. അപ്പൊ ഇതൊക്കെ നമ്മളെ പറയുന്ന പ്രശ്നം എന്താണ്, കാൽസ്യത്തിന്റെ അഭാവം എന്ന് പറയും. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കുന്ന പാല് നമ്മളോട് പറയും അല്ലെ, പണ്ടേ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, പാല് നന്നായിട്ട് കുടിച്ചാല് കാൽസ്യം നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലമാണ് നമ്മുടെ പാല് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം കുറെ പഠനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പാല് നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ ശരിക്കും? പശുവും പാലൊക്കെ നമുക്കിപ്പോ കിട്ടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ? പണ്ട് നമ്മൾ ഉപയോഗിച്ച ആ ഒരു പാലാണോ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇന്ന് പാക്കറ്റുകളിലായിട്ട് അവൈലബിൾ ആവുന്നത്?
അപ്പൊ പാലിൽ നിന്നും കിട്ടേണ്ട ഈ പറഞ്ഞ കാൽസ്യത്തിനെക്കാളും ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു ടാബ്ലറ്റ് ആണ് നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന മനി കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സാറേ. അപ്പോ ഈ മനി കാൽസ്യം എന്ന് പറയുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ബാക്കി പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ക്യാപ്സ്യൂളുകൾ നിങ്ങളെ ഷെല്ല് ടൈപ്പിലുണ്ടാവും അല്ലെ. നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ പ്രൊഡക്റ്റിൻ്റെതും, ഈ ഡയബ കെയർ ആയിക്കോട്ടെ, ഈ പറഞ്ഞ തൈറോഷീൽഡ് ആയിക്കോട്ടെ, സ്പിരുലിന ക്യാപ്സ്യൂൾ ആയിക്കോട്ടെ, എല്ലാം ക്യാപ്സ്യൂൾസ് ഫോമിലാണ് വരുന്നത്. പക്ഷെ ഈ ഒരു മനി കാൽസ്യം എന്താണ് ടാബ്ലറ്റ് ഫോമിൽ വരുന്നത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾ എന്ന് പറയും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ ക്യാപ്സ്യൂൾ ഫോം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഷെല്ല്, ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ ക്യാപ്സ്യൂളിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ ഇറക്കുന്ന സമയത്ത്, വിഴുങ്ങുന്ന സമയത്ത് ഈ കാൽസ്യത്തിന്റെ ആ പുറമെ ഉണ്ടാവുന്ന ആ തോട് എന്താ ചെയ്യുന്നത്? കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡുമായിട്ട് അബ്സോർബ് ആവൂല. ഈ കഴിക്കുന്ന മരുന്ന് പെട്ടെന്ന് ബ്ലഡുമായിട്ട് അബ്സോർബ് ആവൂല. കഴിക്കുന്ന ആ ഒരു ക്യാപ്സ്യൂൾ എന്താ ചെയ്യുക, 2-3 മണിക്കൂറുകൾ എടുത്തിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. പക്ഷെ ഈ ടാബ്ലറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ടാബ്ലറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ കാൽസ്യം ടാബ്ലറ്റ്സുകളായിട്ട് എന്തുകൊണ്ട് നിർമ്മിക്കുന്ന വെച്ചാല് ഇത് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. നമ്മുടെ എല്ലുകളിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ക്യാപ്സൂൾ ആക്കുന്നതിന് പകരമായിട്ട് ടാബ്ലറ്റ് ഫോമിൽ ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഗുണം? ഇത് നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. എങ്ങനെയാണ്? പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇതില് ഈ ഒരു പ്രൊഡക്റ്റില് ഈ പ്രൊഡക്റ്റ് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു, ഇതിലെ പ്രധാന കണ്ടന്റ്സ് എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കക്ക എന്നൊക്കെ പറയും അല്ലെ നമ്മള്. ശുദ്ധ കക്കയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന എന്താണ്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയും. ശുദ്ധമായിട്ടുള്ള കക്ക, അത് ഇതിലൊരു പ്രധാന കണ്ടന്റ് ആണ്. ഇനി അതേപോലെ തന്നെ വൈറ്റമിൻ D3. വൈറ്റമിൻ D3 നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നതാണ് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഇപ്പൊ വൈറ്റമിൻ D3 ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം എല്ലുകൾക്ക് നല്ല സ്ട്രോങ് വരുത്താനും, അതേപോലെ നമ്മുടെ പല്ല്, മുടി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്കിന്നൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അതേപോലെ കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ ഈ ഒരു മനി കാൽസ്യം ടാബ്ലറ്റ്സ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് പോലെ തന്നെ അടങ്ങിയിരിക്കുന്ന അടുത്തൊരു കണ്ടന്റ് ആണ് മെയ്സ് സ്റ്റാർച്ച് എന്ന് പറയും. കോണില്ലേ നമ്മളെ ഈ ചോളത്തിന്റെ സ്റ്റാർച്ച് ആണ് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന അടുത്തൊരു കണ്ടന്റ്, മെയ്സ് സ്റ്റാർച്ച് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ വൈറ്റമിൻ D3, അതേപോലെ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു എമുൽസിഫയർ എന്ന് പറയും, GML40. അങ്ങനെ പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ടാബ്ലറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു സാധനം കുറെ കാലം കേട് കൂടാണ്ടിരിക്കും. പക്ഷെ ടാബ്ലറ്റ്സിന്റെ പ്രശ്നം എന്താ? ആ ടാബ്ലറ്റ്സ് അതേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി മനുഷ്യന്റെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലില്ല. ഈ GML40 എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ കാൽസ്യം ടാബ്ലറ്റുകൾ പെട്ടെന്ന് പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു പ്രധാന ഘടകമാണിത്. GML40 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് മരുന്നിന്റെ ആയുസ് കൂട്ടും. കാരണം പെട്ടെന്ന് നശിച്ചു പോകില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് വരില്ല, യാതൊരു വിധ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇതിൽ അടങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്നും ഈ പ്രൊഡക്റ്റ് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കും. അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസും കണ്ടന്റ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്? കാൽസ്യം കാർബണേറ്റ്, അതേപോലെ തന്നെ മെയ്സ് സ്റ്റാർച്ച്, അതേപോലെ GML40 എന്ന് പറയുന്ന ആ ഒരു ഘടകം. ഇതാണ് നമ്മളെ ഈ ടാബ്ലറ്റ്സിന് കേട് കൂടാണ്ടിരിക്കുന്ന ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. അതേപോലെ വൈറ്റമിൻ D3, ഇതൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ് എങ്ങനെ കഴിക്കണം, നിങ്ങൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത് പറഞ്ഞു തരാം. കണ്ടോ, 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കാൽസ്യം കാർബണേറ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല,
എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് റെക്കമെൻഡ് ചെയ്യരുത്. ഇത് പ്രധാനമായിട്ടും 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി എങ്ങനെ ഉപയോഗിക്കണം? 6 വയസ്സുള്ള കുട്ടികളാണെങ്കിലും ആ ടാബ്ലറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇപ്പൊ നമ്മൾ ചില ഗുളികകൾ നിങ്ങൾ നോക്കിയാൽ മതി, ഡോക്ടേഴ്സ് തരുന്ന ആ ഒരു ഗുളിക നമ്മൾ ചുയിങ്ങം പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്വാലോ ചെയ്യും, അല്ലെ? ഇറക്കും, വിഴുങ്ങും. അപ്പൊ ഇതെന്ത് ചെയ്യാം? നമുക്ക് ഈ ടാബ്ലറ്റ് നമുക്ക് കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് കൊടുക്കുവാണെങ്കിൽ ആ ടാബ്ലറ്റിന്റെ നടുക്ക് ഒരു വര കാണും. ആ വരയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഹാഫ് ആക്കുക, പകുതി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ വുമൺസ് എസ്പെഷ്യലി 30 വയസ്സെന്ന് പറയാൻ കാരണം ഈ ഡെലിവറിക്ക് ശേഷം എസ്പെഷ്യലി എല്ലാ സ്ത്രീകളും ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. കാരണം നമുക്ക് ഈ എല്ല് സംബന്ധമായിട്ടുള്ള കാൽസ്യം നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് പെട്ടെന്ന് ശരീരത്തിൽ നിന്നും കുറഞ്ഞു പോകും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പോലെ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ കഴിക്കുക. കാരണം പാലിൽ നിന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ പ്രഗ്നന്റ് വുമൺസിനും അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് അടക്കം എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അത് ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ദയവ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യരുത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്കും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കണ്ട. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കോമ്പിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്തിനോട് കൂടി കൊടുക്കാം? നമ്മുടെ ഈ ഒരു കാൽസ്യം ടാബ്ലറ്റ് നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ പ്രീവിയസ് പറഞ്ഞ ആ ഒരു ഓർത്തോ ജോയിന്റ് ഷീൽഡ് പ്രൊഡക്റ്റിനോട് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാം. അതേപോലെ ഈ ആമവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ഓസ്റ്റിയോപൊറോസിസ്, അതേപോലെ തന്നെ റുമൈറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഈ ആമവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? കാരണം ഈ ആമവാദം വരുന്ന സമയത്ത് നമ്മുടെ വിരലുകൾ, ജോയിന്റുകളിലാണ് വേദനകൾ ഉണ്ടാക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രശ്നമുള്ള ആളുകൾക്ക്, ആമവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും, ഈ തേയ്മാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഓർത്തോ ജോയിന്റിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അനീഷ് സാറെ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഈ നേരത്തെ പറഞ്ഞ ആ ഒരു കാൽസ്യം ടാബ്ലറ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. വെറും വയറ്റിലല്ല, ഭക്ഷണത്തിനോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യുക? കഴിക്കുക. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ ഒരു നേരം കഴിച്ചാൽ മതി. ചെറിയ കുട്ടികളാണെങ്കിൽ ക്യാപ്സൂളിനെ പകുതി പൊട്ടിക്കുക. ഇനി വലിയ ആളുകളാണെങ്കിൽ, അഡൽട്സ് ആണെങ്കിൽ ഒരു ക്യാപ്സൂൾ വീതം കഴിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന്റെ പേരാണ് എന്ത്? നമ്മുടെ 230 അല്ലെ, വൈൽഡ് ബെറി ജ്യൂസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സാറേ. അപ്പൊ ഇന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെ, വിളർച്ച, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് പല ആളും ചോദിക്കുന്നുണ്ട്, സ്വാതി മാഡം ഇത് എങ്ങനെ ഇത് യൂസ് ചെയ്യണ്ടേ? ഇത് ആർക്കൊക്കെയാണ് ഇത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്? എങ്ങനെ, എത്രത്തോളം അളവിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രൊഡക്റ്റ് പ്രധാനമായിട്ടും ഈ ഒരു വൈൽഡ് ബെറി ജ്യൂസ് നമ്മൾ എങ്ങനെ റെക്കമെൻഡ് ചെയ്യണം, അതെങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവറോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. നമ്മളെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള സ്കില്ലായിക്കോട്ടെ, പല്ലായിക്കോട്ടെ, മുടി ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, ശരീരത്തിന് വരുന്ന ക്ഷീണം, ചില ആളുകളെ കാണുന്നില്ല, നിങ്ങൾ വീട്ടിലുള്ള അച്ഛനമ്മമാരൊക്കെ ഭയങ്കര ക്ഷീണിതന്മാരായിരിക്കും. അപ്പൊ ഈ ക്ഷീണമുള്ള ആളുകളൊക്കെ നല്ല എനർജി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് പ്രധാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഈ പേര് പോലെ തന്നെ ഈ പ്രൊഡക്റ്റിൽ ബെറീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ബെറീസ് എന്ന് പറയുന്ന സമയത്ത് ഫ്രൂട്ട്സിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ബെറി ഫ്രൂട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെ? ഒരുപാട് ബെറീസ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകളും ഉണ്ട്, ബെറീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ വിലയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബെറീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ബെറീസ് എസ്പെഷ്യലി നല്ല റേറ്റ് ആണ്. ഇപ്പൊ കിലോസിനൊക്കെ 1000, ഈ പറഞ്ഞ പോലെ 1550, 2000, 3000 ഒക്കെ പെർ കിലോനാണ് ബെറീസിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സാറേ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഒരുപാട് ബെറീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്
അവർ കേൾക്കാത്ത ഒരുപാട് ബെറീസ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്? റാസ്ബെറി, അതേപോലെ തന്നെ ബ്ലൂബെറി, ബ്ലാക്ക് കറന്റ്, ഗോജിബെറി, അക്കായ്ബെറി, പൊമഗ്രാനറ്റ്, അതേപോലെ തന്നെ ഒരുപാട് ചെറി, ഒറിജിനൽ ചെറിയാണ്. നമ്മൾ സാധാരണ ചെറി എന്ന് പറയുന്നത് എന്താണ്? ബേക്കറിയിൽ കടയിൽ കിട്ടുന്ന ചെറി അല്ലെ, ആ ഒരു പഞ്ചസാര ലൈനിലെ ചെറി അല്ല ഇത്. ഇത് ഒറിജിനൽ ചെറി. ഈ ചെറീസിന്റെ പ്രത്യേകത എന്താ? സ്പോർട്സ്മാൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ചെറി. കാരണം നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലൂബെറി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തം നന്നായിട്ട് വർദ്ധിപ്പിക്കും, നമ്മുടെ ശരീരത്തിൽ ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ നോനി, കാക്കപ്പഴം എന്ന് പറയും, നോനി നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് നോനി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെറീസ്, ഇതിൽ ചില പേരുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റാസ്ബെറി, ബ്ലൂബെറി, അക്കായ്ബെറി, അതേപോലെ തന്നെ ഗോജിബെറി, ബ്ലാക്ക് കറന്റ്, റെഡ് കറന്റ്, ഇങ്ങനെ ചെറീസ്, സ്ട്രോബെറി, പൊമഗ്രാനറ്റ്, നമ്മുടെ ഉറുമാമ്പഴം എന്ന് പറയും, ഉറുമാമ്പഴം ഒക്കെയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്. അതേപോലെ തന്നെ നമ്മുടെ ഭൃംഗരാജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ മുടി വളരാൻ വേണ്ടി സഹായിക്കുന്ന ആ ഭൃംഗരാജ് ഇതിലെ പ്രധാന കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ കണിക്കൊന്ന നമുക്കറിയാം അല്ലെ, കണിക്കൊന്നയും ഇതിൽ പ്രധാനമായിട്ടുള്ള ചേരുവകളാണ്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ജ്യൂസ്. ഈ ജ്യൂസ് നമുക്ക് ഇനി എങ്ങനെ കഴിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക? ഷെയ്ക്ക് ചെയ്യുക. ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. നന്നായിട്ട് കുലുക്കിയതിനു ശേഷം എന്ത് ചെയ്യുക? ഒരു 20 മുതൽ 25 ml നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടി നോക്കുക. എന്ത് ചെയ്യണം? ഒരു നേരമായിട്ട് കഴിക്കുക. ഈ ജ്യൂസ് എങ്ങനെ ചെയ്യണം? വെള്ളത്തിലൊന്നും നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യണ്ട. ഡയറക്റ്റ് ഇത് നന്നായിട്ട് ഈ കുപ്പി ഷേക്ക് ചെയ്തതിനു ശേഷം രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഇത് കഴിക്കുക. 20 മുതൽ 25 ml നമ്മൾ എടുക്കുക. അതിന്റെ ഒരു ക്യാപ്പ് ഉണ്ട്, അതിന്റെ അളവുണ്ട്. ആ അളവിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ബോട്ടിൽ ഷേക്ക് ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾക്കല്ല ഇത് കൊടുക്കേണ്ടത്. കാരണം ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന പ്രധാന കണ്ടന്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് എന്ത്? ആന്റി ഓക്സിഡന്റ്. കാരണം ആന്റി ഓക്സിഡൻസ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു പ്രധാന ഗുണം എന്താണ്? എപ്പോഴും കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പ്രായം കൂടുന്ന സമയത്ത് എന്താ പ്രശ്നം? പ്രായം കൂടുന്ന സമയത്ത് ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് ക്ഷീണം വരിക. അപ്പൊ പലയാളും ചോദിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിനും ഇത് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ യൂസ് ചെയ്യണം? വെറും വയറ്റിൽ 25 മുതൽ 30 ml വരെ നിങ്ങൾ വെള്ളത്തിലൊന്നും ഡയല്യൂട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് ഇൻടേക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് സാറേ, അടുത്ത സ്ലൈഡ്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ മാനേജ്മെന്റിൽ നമ്മളിപ്പോ 3 പ്രൊഡക്ട്സിനെ പറ്റി പറഞ്ഞു, 4 പ്രൊഡക്ട്സിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത പ്രൊഡക്റ്റ് അല്ലെ, ഓൾ ഫ്യൂവൽ ജ്യൂസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഓൾ ഫ്യൂവൽ ജ്യൂസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? പേര് പോലെ തന്നെ അല്ലെ, ഒരു ഇന്ധനം എന്ന് പറയാം. മനുഷ്യന് യഥാർത്ഥത്തില് വണ്ടിക്ക് നമ്മൾ ഒന്ന് ഇന്ധനം നിറക്കുന്നത് പോലെ തന്നെ മനുഷ്യന് എന്ത് ആവശ്യമാണ്? ഇന്ധനം ആവശ്യമാണ് അല്ലെ. എങ്ങനെ ഇന്ധനം വേണ്ടത്? എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ നന്നായിട്ട് എല്ലാ ദിവസവും ഡെയിലി രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി വരെ ഏത് സമയം അവർ ആക്റ്റീവാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ ഒരു ഓൾ ഫ്യൂവൽ ജ്യൂസ് എന്താണെന്നുള്ളതും അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ആ പേര് പോലെ തന്നെ ശരീരത്തിന് ഒരു ഇന്ധനമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പ്രധാനമായിട്ടും വെയിറ്റ് ലോസ് ഒക്കെ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാം. അതേ തന്നെ കണ്ണിന്റെ ആരോഗ്യം, ഐസൈറ്റ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ സ്പോർട്സ്മാൻസ്, ഈ ജിമ്മിലൊക്കെ നന്നായിട്ട് ആക്റ്റീവ് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളും നല്ല അത്ലറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രൊഡക്റ്റ്, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് പ്രധാനമായിട്ടും വെയിറ്റ് ലോസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമ്പിനേഷൻ ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സാറേ. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റിൽ പ്രധാനമായിട്ടും അനീഷ് സാറെ ബാക്കോട്ട്, ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞ പോലെ
നമ്മൾ ഒരുപാട് ലിപ്റ്റൺ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രീൻ ടീ ആണ്. എന്താണ്? ഗ്രീൻ ടീ ആണ് ഈ ഓൾ ഫ്യൂവൽ ജ്യൂസിലെ ഒരു പ്രധാന ഘടകം. അതേപോലെ തന്നെ അടുത്തൊരു സാധനം ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു ഹെർബാണ് ഗാർസീനിയ ഗാംബോജിയ എന്ന് പറയും. എന്താണ് അതിന്റെ ശാസ്ത്രനാമമാണ് ഞാൻ പറഞ്ഞത്, കുടംപുളി എന്ന് പറയും. അപ്പൊ ഈ കുടംപുളി ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. കുടംപുളി നമുക്കറിയാം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അടങ്ങിയിരിക്കുന്ന ഒരു 2 സാധനമാണ് ഈ പറഞ്ഞ ഈ ഗ്രീൻ ടീയും അതേപോലെ തന്നെ കുടംപുളി, അതേപോലെ തന്നെ ഗുഗുലു, അതേപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, അടുത്തൊരു കണ്ടന്റ് ആണ് നമ്മുടെ നെല്ലിക്ക, അതേപോലെ അലോവേര. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചക്കരക്കൊല്ലി എന്ന് പറയും. ചക്കരക്കൊല്ലി നമ്മൾ കേട്ടിട്ടില്ലേ? ചക്കരക്കൊല്ലി എന്ന് പറയുന്ന സമയത്ത് പ്രമേഹത്തിന് മാത്രമല്ല നമ്മളെ ശരീരത്തിലെ ഭാരം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓൾ ഫ്യൂവൽ ജ്യൂസ്. അപ്പൊ ഈ ഓൾ ഫ്യൂവൽ ജ്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അടുത്ത് പറയാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോംബോ ആയിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ധൈര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാം. ഇതും നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം? ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു 20 മുതൽ 25 ml നന്നായിട്ട് ബോട്ടിൽ ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഇത് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒരു നേരമായിട്ട് കഴിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ലോസ് ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത ആളുകൾക്കുള്ള അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഫാറ്റ് ലോസ് ജ്യൂസ്. പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റിനെ കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇന്ന് പൊണ്ണത്തടി, കാരണം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മാത്രമല്ല നന്നായിട്ട് തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമല്ല നമുക്ക് തടി വരുന്നത്, പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ PCOD പോലെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് എന്ത് വരാം? തടി കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാച്ചുറൽ ആയിട്ട് സാധാരണ തടി പെട്ടെന്ന് കുറക്കാൻ എന്ത് ചെയ്യും? ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സർജറികളുണ്ട്. ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഈ കോസ്മെറ്റോളജി വിഭാഗത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും പോകാണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റ്, ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് 2 തരത്തിലുണ്ട്. കാരണം നല്ല ഫാറ്റും ഉണ്ട്, മോശം ഫാറ്റും ഉണ്ട്. അപ്പൊ ഈ ഒരു ഫാറ്റ് ലോസ് ജ്യൂസ് ഇത് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റിന്റെ അളവിനെ സ്പീഡായിട്ട് നമുക്ക് എരിയിച്ച് കളയാൻ പറ്റും. സ്പീഡ് അപ്പ് ഫാറ്റ് ബേൺ. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും നമ്മളെ ശരീരത്തിൽ എപ്പോഴും ജലാംശം നിയന്ത്രിക്കാനും നമ്മളെ വയറിനെ കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ പറഞ്ഞ ഫാറ്റ് ലോസ് ജ്യൂസ്. നെക്സ്റ്റ്, അപ്പോ ഇതില് പ്രധാനമായിട്ടും ഇതൊരു ആയുർവേദിക് ടിപ്പാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫാറ്റ് ലോസ് ജ്യൂസ്. നെക്സ്റ്റ്, അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം? ചില ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മോർണിംഗ് ചൂർണത്തിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോംബോ ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതേപോലെ നേരത്തെ പറഞ്ഞ ഓൾ ഫ്യൂവൽ ജ്യൂസിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റും ഒരു കോംബോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അലോവേര ജ്യൂസ് അറിയാലോ, കറ്റാർ വാഴ. നമ്മളെ പ്രൊഡക്റ്റിലൊക്കെ എല്ലാ പ്രൊഡക്റ്റിലും മസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ് അലോവേര ജ്യൂസ്. അതേപോലെ തന്നെ ഗ്രീൻ ടീ, അതേപോലെ തന്നെ വെളുത്തുള്ളി അല്ലെ, വെളുത്തുള്ളി ഇതിൽ ഗാർലിക് എന്ന് പറയും. ഇപ്പൊ ഗാർലിക് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. അതേപോലെ ഗുഗുലു. ഇനി അടുത്തൊരു കൊക്കൂം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് നിങ്ങൾക്ക് കാണാം. കൊക്കൂം എന്ന് പറയും. കൊക്കൂം എന്ന് പറഞ്ഞാൽ കുടംപുളി വിഭാഗത്തിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് എന്ത്? ഈ കൊക്കൂം എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇപ്പൊ കുടംപുളിന്റെ ആ ഒരു വിഭാഗത്തിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കൊക്കു. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന കണ്ടന്റ്സ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യാം? ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നന്നായിട്ട് ബോട്ടിൽ ഷേക്ക് ചെയ്തതിന് ശേഷം 20 മുതൽ 25 ml ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കഴിക്കുക. ഒരു നേരമായിട്ടോ 2 നേരമായിട്ടോ നമുക്ക് ഇത് എന്ത് ചെയ്യാം?
ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യാ, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ തടിയൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഫാറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് ആൻസർ. അപ്പോ ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് അല്ലെ, നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് വളരെ അഭിമാനിക്കാം. കാരണം ഇന്ന് ഇന്ത്യയിൽ തന്നെ മറ്റൊരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനത്തെ കാറ്റഗറിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ സ്റ്റെം സെൽ പ്രൊഡക്റ്റ് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്. ഇത് എങ്ങനെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്തു നമുക്ക് പല ഡൗട്ട്സുകൾ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ആൾക്കാർ വാങ്ങിക്കണോ, ഇത് അവർ ചോദിക്കുന്ന സമയത്ത് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ലെറ്റ് മീ ടെൽ യു, ഇത് നന്നായിട്ട് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ. അപ്പൊ സ്റ്റെം സെൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അനീഷ് സാറേ നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ, മനുഷ്യ ശരീരം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ് അല്ലെ. കോശങ്ങളാൽ നിർമ്മിച്ചതാണ് നമ്മുടെ ഈ ഒരു സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോശങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ മൊത്തം കോശങ്ങൾ അല്ലെ, കോടാനുകോടി കോശങ്ങളാൽ നിർമ്മിച്ചതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീസ്. മാത്രമല്ല ഈ പറഞ്ഞ ജീവനുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ള എന്തൊക്കെയാണ്, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങളാൽ നിർമ്മിച്ചതാണ്. അപ്പൊ ഈ കോശങ്ങള് ശരിക്കും പറഞ്ഞ കോശങ്ങളെ പറ്റിയിട്ടുള്ള പഠനം എന്താന്നുള്ള ആർക്കെങ്കിലും അറിയോ? കോശങ്ങളെ പറ്റിയുള്ള പഠനം നമുക്ക് ഒരുപാട്, പാമ്പിനെ പറ്റിയിട്ടുള്ള പഠനമുണ്ട്, അതേപോലെ തന്നെ പക്ഷികളെ പറ്റി പഠനമുണ്ട്. അപ്പൊ ഈ സെല്ലുകളെ പറ്റി പഠിക്കുന്ന പഠനത്തിന് പറയുന്ന പേരാണ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ചെറിയൊരു, അതെ, സൈറ്റോളജി എന്ന് പറയും അല്ലെ, സൈറ്റോളജി. അപ്പൊ സൈറ്റോളജി ആണ് സെല്ലുകളെ പറ്റിയിട്ടുള്ള പഠനം. അപ്പൊ ഈ സെല്ലുകൾക്ക് ഡാമേജ് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? സത്യം പറഞ്ഞാൽ സെല്ലുകൾക്ക് ഡാമേജ്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബോധം എന്ന് പറഞ്ഞ സമയം, കാരണം നമ്മളെ കോശങ്ങൾക്ക് എന്ത് പറ്റിയാലും എന്താണ് പ്രശ്നം? എന്താ ആക്ച്വലി കോശങ്ങൾക്ക് പ്രശ്നം? ഡാമേജ് ആവുന്നുണ്ട് അല്ലെ. എങ്ങനെയാ കോശങ്ങൾ ഡാമേജ് ആവുന്നത്? നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ എങ്ങനെയാ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഡാമേജ് ആവുന്നത്? ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സെൽ എന്താന്നുള്ളത് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിച്ചതാണ്. ഈ കോശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ബോഡീനെ നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ കോശങ്ങൾ ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്, ഡെഡ് സെല്ലുകളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അടുത്ത സ്ലൈഡ്. അപ്പൊ ഈ കോശങ്ങൾ എങ്ങനെയൊക്കെയാണ് നശിച്ചു പോകുന്നത്? കോശങ്ങൾ എങ്ങനെയാ നശിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള മരുന്നിന്റെ ഉപയോഗം. നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരെ കോശങ്ങൾ എപ്പോഴും എന്തായിരിക്കും? ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളായിരിക്കും അവരെ ബോഡിയിൽ. അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റ് ഇന്ന് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ അല്ലെ, ഈ പറഞ്ഞ കീമോ പോലെയുള്ള പ്രശ്നങ്ങൾ, നമ്മൾ ഈ അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺസിന്റെ യൂസേജ്, ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നത്? നമ്മളെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് സ്റ്റെം സെൽ? സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നശിച്ചു പോകുന്ന കോശങ്ങൾ. ഈ സ്റ്റെം സെൽ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ മൂലകോശം എന്ന് പറയും. എന്താ ഈ മൂലകോശം എന്ന് പറയുന്നത്? മൂലകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന കോശങ്ങളെ വേറൊരു കോശത്തിൽ നിന്നും അടുത്ത കോശമായിട്ട് രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആർക്ക്? സ്റ്റെം സെല്ലുകൾക്ക് കഴിവുണ്ട്. എന്താ വെച്ചാൽ ഒരു കോശത്തിൽ നിന്നും അടുത്ത കോശമായിട്ട് രൂപാന്തരപ്പെടാനുള്ള കഴിവുണ്ട് സ്റ്റെം സെല്ലുകൾക്ക്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് ഒരുപാട് സ്റ്റെം സെല്ലിനെ പറ്റിയിട്ട് ഇപ്പോഴും പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മെഡിക്കൽ സയൻസുകൾ. കാരണം സ്റ്റെം സെൽസിനായിട്ട്, അനീഷ് സാറേ നേരത്തെ സ്ലൈഡ് തന്നെ വെക്കും, മാറ്റല്ല. അപ്പോ ഈ പറഞ്ഞ പോലെ സെല്ലുകളെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മെഡിക്കൽ സയൻസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാൻസറുകൾ കൂടുതലായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ, ബോൺ ക്യാൻസറുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ക്യാൻസറുകൾക്ക് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെം സെല്ലുകൾ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ഹോസ്പിറ്റലുകൾ,
ഒരുപാട് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് അടക്കം ഇന്ന് നിരവധി ഹോസ്പിറ്റലുകളിൽ ഇന്ന് സ്റ്റെം സെൽസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് ലക്ഷങ്ങളാണ് ഈ സ്റ്റെം സെല്ലുകൾ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെലവഴിക്കുന്നത് പണം. അപ്പൊ ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന സമയത്ത് 2 രീതിയിലാണ് സ്റ്റെം സെല്ലുകൾ ഉള്ളത്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറയും. എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ഭ്രൂണകോശം എന്ന് പറയും. എന്നുവെച്ചാൽ ഭ്രൂണം അറിയാലോ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ആ ഒരു ജനിക്കുന്ന സമയത്ത് ആ ഒരു ഭ്രൂണമായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ 2 തരത്തിലാണ് സ്റ്റെം സെൽസുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്തതാണ് അഡൽട്ട് സ്റ്റെം സെൽ എന്ന് പറയും. അഡൽട്ട് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു പ്രായം അഡൽട്ടായിട്ട് ഒരു മധ്യവയസ്കൻ എന്ന് പറയില്ല, ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന സ്റ്റെം സെൽ. ഈ സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്താണ്? ഈ അഡൽട്ട് സ്റ്റെം സെൽ എന്ന് പറയുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണ്? ബോൺ മാറോ എന്ന് പറയും. നമ്മുടെ മജ്ജ എന്ന് പറയില്ലേ, എല്ലിനുള്ളിൽ ഉണ്ടാകുന്ന മജ്ജ, ഇവിടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റെം സെല്ലുകൾ ഈ മുടി അമിതമായിട്ട് കൊഴിയുക, അതേപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് തെറാപ്പികളൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂര്, ഡൽഹി, മുംബൈ പോലെയുള്ള ഫേമസ് മെട്രോ സിറ്റികളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ക്ലിനിക്സുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് പാർക്കിസൺസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് പാർക്കിസൺസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാര്, അതേപോലെ തന്നെ ഹൃദയ രോഗങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, നാഡീ രോഗങ്ങൾ, ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രതിരോധ ശേഷി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ന് പല ഗവേഷണങ്ങളും ഇന്ന് ഈ ഒരു സ്റ്റെം സെൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് സ്റ്റെം സെല്ലുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ അഭിമാനിക്കാം. ഇന്ന് ഇന്ത്യയിൽ തന്നെ, നെക്സ്റ്റ് സ്ലൈഡ്, ഇന്ന് ഇന്ത്യയിൽ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെം സെൽ, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള, കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് സ്ലൈഡ്, പ്ലാന്റ് ബേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, മൃഗ സംബന്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആനിമൽ സംബന്ധമായിട്ടുള്ള സ്റ്റെം സെല്ലുകളല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽസ് ആണ്. പ്ലാന്റ് ബേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൽ പ്രായമാകല്, ആന്റി ഏജിങ് ഇത് തടയാനും, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡൻസ്, അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും, പെട്ടെന്ന് ഈ ഇടക്കിടക്ക് വരുന്ന പനി, അതേപോലെ തന്നെ ജലദോഷം, തുമ്മല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവറോൾ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽ എന്ന് പറയുന്ന നമ്മുടെ MR കമ്പനിയുടെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് പാർക്കിസൺസിന്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രധാനമായിട്ടും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇത് 100% വെജിറ്റേറിയൻ ആണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ആനിമൽ ടൈപ്പ് ആയിട്ടുള്ള കൊഴുപ്പുകളോ അല്ലെ ആനിമൽസിന്റെ സ്റ്റെംസെല്ലോ കാര്യങ്ങളോ ഒന്നല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയും. ഗ്രീൻ ആപ്പിൾ അറിയാലോ, സാധാ ആപ്പിൾ അല്ല, ഗ്രീൻ ആപ്പിൾസിന്റെ സ്റ്റെം സെൽസുകളാണ് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അടുത്തതാണ് മുന്തിരി. മുന്തിരിയിൽ നിന്നുള്ള ആ ഒരു സ്റ്റെം സെല്ലുകൾ ഇതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ അർഗൻ ഫ്രൂട്ട് എന്ന് പറയും. അർഗൻ ഓയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അർഗൻ ഫ്രൂട്ട്സ്. അതേപോലെ തന്നെ കാട്ടുതിപ്പല്ലി നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക, കാരണം സ്റ്റെം സെൽസിന്റെ ഒരുപാട് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു കസ്റ്റമർ എടുക്കാൻ പോകുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു സ്റ്റെം സെൽ ഉണ്ട്, ഇത് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യണം? നമ്മളെ പ്രൊഡക്റ്റും അവരെ പ്രൊഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാട്ടുതിപ്പല്ലി എന്ന് പറയും. അതേപോലെ തന്നെ ബ്ലൂബെറി, അതേപോലെ തന്നെ അക്കായ് ബെറി, ഇതൊക്കെ ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തവിഴാമ എന്ന് പറയും. തവിഴാമ എന്ന് പറയുന്നതും അതേപോലെ ആസ്ട്രഗാലി റാഡിക്സ്, ഇത് രണ്ടും ഒരു ചൈനീസ് ഹെർബ് എന്ന് പറയും. എന്താണ്? തവിഴാമ, അതേപോലെ തന്നെ ആസ്ട്രഗലി എന്ന് പറയും. ഇത് രണ്ടും ഒരു ചൈനീസ് ഹെർബാണ്. ഇതൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോ ഇതെന്ത് ചെയ്യാൻ, നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം? നെക്സ്റ്റ് സ്ലൈഡ് അനീഷ് സർ. അപ്പൊ ഇത് പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. ഇത് വെറും വയറ്റിൽ കഴിക്കാം, തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. സ്റ്റെം സെല്ല് നമ്മളെ കമ്പനീന്റെ പാക്കേജിലും ഇതുവരെ എഴുതി വെച്ചിട്ടില്ല ഇത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കഴിക്കണം, അല്ലെങ്കിൽ ബിഫോർ ഫുഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് മീൽസിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം
രാവിലെയോ രാത്രിയോ നമ്മൾ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കഴിക്കുക. എങ്ങനെ കഴിക്കണം? ഒരു 10 ഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് എങ്ങനെ കഴിക്കാം? ഒന്നുകിൽ ചായയിൽ കലക്കാം, അല്ലെങ്കിൽ പാലിൽ കലക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാം. അപ്പൊ 10 ഗ്രാം എന്ത് ചെയ്യാം, നമ്മളെ വായിലിട്ട് നമ്മൾ അരിയിച്ച് ഇറക്കുക. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നന്റ് വുമൺസിന് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നമുക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട. അതേപോലെ ചെറിയ മക്കൾക്കും നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഒരു 10-15 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമുക്കിത് റെക്കമെൻഡ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെ, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ സമയം നമുക്ക് അതിക്രമിച്ചു, 9:30 ആയിട്ടുണ്ട്. അപ്പോ ഇനിയും കുറച്ച് പ്രൊഡക്ട്സുകൾ ബാക്കിയാണ്. അത് നമുക്ക് അടുത്തൊരു ട്രെയിനിങ്ങിൽ നമുക്ക് സംസാരിക്കാം. വൈറ്റമിൻ D3 ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. കാരണം ഇത്ര സമയം ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും. കാരണം ഈ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് വന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ, ഇത്രയും പറഞ്ഞത് നിങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി മാക്സിമം നല്ല അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴും ഞാനും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ പ്രൊഡക്റ്റുകളെ പറ്റി ഇപ്പോഴും ഇൻഫർമേഷൻ ഇങ്ങനെ നേടിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഒരറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാളെ മുന്നിൽ കോൺഫിഡന്റോടെ കൂടി സംസാരിക്കാൻ പറ്റും. ഇപ്പൊ പ്രൊഡക്റ്റ് നോളേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ബേസ് പ്രൊഡക്റ്റുകളാണ് വെൽനസ് പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയം ഇത് നിങ്ങൾ വലിയ രീതിയിൽ പേടിക്കൊന്നും വേണ്ട. ചില ആൾ പറയും എനിക്ക് പേടിയാകുന്നു. എന്തിനാ നിങ്ങൾക്ക് പേടി? നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പകുതി അറിവ് കിട്ടിയാലാണ് നമുക്ക് പേടിക്കേണ്ടത്. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി നല്ല അറിവ് ഉണ്ടാക്കുക. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റി നല്ല നോളജ് ക്രിയേറ്റ് ചെയ്താൽ ഏതൊരാളെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റും, ചങ്കൂറ്റത്തോടു കൂടി പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പോയി കസ്റ്റമർ എടുക്കുക, നിങ്ങൾ ഈ പ്രൊഡക്റ്റുമായിട്ട് പോകുന്ന സമയത്ത് അവർ ചോദിക്കും ഇതെങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കുമ്പോൾ ബബ്ബാന്ന് നമ്മൾ ഒരു കാരണവശാലായി പോകരുത്. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ബെസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഇത്ര സമയം നിങ്ങൾ എന്നെ ശ്രമിച്ചതിൽ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. നമ്മളെ പ്രൊഡക്റ്റുകൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ നന്നായിട്ട് പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി. ഈ ഒരു അവസരം എനിക്ക് തന്നിട്ടുള്ള അനീഷ് സാറിനും അതേപോലെ റാഫി സാറിനും സേവ്യർ സാറിനും മറ്റുള്ള ലീഡേഴ്സിനും ഒക്കെ ഈ സമയം വരെ അനീഷ് സാർ സ്ക്രീന് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു അനീഷ് സാർ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒരു ടെക്നിക്കൽ എററും ഉണ്ടാവാത്ത രീതിയിൽ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് MR മാർക്കറ്റിംഗ്. താങ്ക് യു സോ മച്ച്.